വീട് എടുക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സജഷൻ വീട് മനസ്സിലായിരുന്നു? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഒരു കോമൺ മാൻ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് ആ ഒരു സറൗണ്ടിങ്സിന്റെ സോയിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ചെക്ക് പോയിന്റ് സോയില് അത്യാവശ്യം ഹാർഡ് സോയിൽ ആയിട്ട് ഉണ്ടെങ്കിൽ, നല്ല ഹാർഡാണെങ്കിൽ റാൻഡം റബ്ബർ കരിക്കല്ല് വെച്ചിട്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യാം. അതാണ് കോസ്റ്റ് എഫക്റ്റീവ്. കാരണം തീരെ ക്രാക്ക്, സീറോ ക്രാക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ് ടു പ്ലിന്ത് ബീം വരെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്തിട്ട് മുകളിലേക്ക് നമ്മൾ വാളിനെ കൊണ്ട് ലോഡ് എടുപ്പിച്ചിട്ട് പ്ലിന്ത് ബീം വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോളം ഫൂട്ടിങ്ങിൽ ലോഡ് ചെയ്യിപ്പിക്കുക. അപ്പൊ കോളം ഫൂട്ടിങ് സെറ്റിൽമെന്റ് താഴെയുള്ളോ, ഐ മീൻ സബ്സ്ട്രക്ചർ ആണ് സെറ്റിൽമെന്റിലേക്ക് ഇത് വരിക. അപ്പൊ ആ സബ്സ്ട്രക്ചർ ഈവൻ ആയിട്ട് സെറ്റിൽ ആയിക്കോളും. അപ്പൊ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറും അതിന്റെ മുകളിൽ സേഫ് ആയിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഒരു ഹൈബ്രിഡ് മെത്തേഡിലേക്ക് പോവുക. അതായത് ഫ്രെയിം ആണ് വെച്ചാൽ ഫ്രെയിം ആണ്, അപ് ടു പ്ലിന്ത് ബീം വരെ നമ്മൾ ഫ്രെയിം ചെയ്യും. ഓക്കെ. അതായത് പ്ലിന്ത് ബീം എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ നമ്മൾ പൊക്കിയിട്ട് ഒരു ബീം അടിക്കും. അതാണ് പ്ലിന്ത് ബീം. ഈ കോളംസ് കണക്ട് ചെയ്തുകൊണ്ട് താഴെ കോളം ഫൂട്ടിങ് ആണ് ഉണ്ടാവുക. ഫൂട്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് സ്ട്രാറ്റ വരെ നമ്മൾ മണ്ണെടുക്കണം. അത് വേറെ പോയിന്റാണ്. നമ്മൾ എന്തായാലും 3 ഫൂട്ടാണ് ഡ്രോയിങ്ങിൽ, അതുകൊണ്ട് 3 ഫൂട്ട് എടുത്താൽ പോരെ ചോദിക്കുന്ന കോൺട്രാക്ടർമാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഹാർഡ് സ്ട്രാറ്റ കിട്ടുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യണം, മണ്ണെടുക്കണം. ഈ കേസ് കൂടുതൽ പോവുകയാണെങ്കിൽ, ഇപ്പൊ ചില കേസിലൊക്കെ പല പല കോളം പല സ്ട്രാറ്റകളിൽ നിൽക്കും. ചില സ്ഥലത്ത് 3 ഫൂട്ട് പോകും, ചില സ്ഥലത്ത് 6 ഫൂട്ട് പോകും. അപ്പൊ കൂടുതൽ താഴേക്ക് പോവുകയാണെങ്കിൽ, ഏകദേശം 2 മീറ്ററിന്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈ ബീംസ് പ്രൊവൈഡ് ചെയ്യും, ഇന്റർമീഡിയറ്റ്. ഓക്കെ. അവിടെ കോസ്റ്റ് നോക്കരുത്. കാരണം ഈ ടൈ ബീംസ് ഇല്ലെങ്കിൽ ഈ കോളംസിന്റെ ആക്ഷൻ മാറും. നമ്മൾ സാധാരണ കോളംസ് ഷോർട്ട് കോൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഷോർട്ട് കോൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, മാക്സിമം 3 to 4 മീറ്റർ വരെയുള്ള കോളംസ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ പ്ലിന്ത് ബീമിലേക്കുള്ള ഹൈറ്റും കൂടും ഫൂട്ടിങ്. അപ്പൊ ആ കോളം ലോങ് കോളായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ലോങ് കോളം നമ്മുടെ കാറ്റഗറിയിൽ ലോങ് കോളായി ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈ ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ ടൈ ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി ആ കോളം അവിടെ ബ്രേക്ക് ആയി. അപ്പൊ ഷോർട്ട് കോളം, പിന്നെ അടുത്ത കോളം സ്റ്റാർട്ട്. വലിയ വിൻഡോസ് വരുമ്പോൾ നമ്മൾ മെയിൻലി ആ കോളംസ് പൊക്കിക്കൊണ്ടിരുന്നതാണ് ബെസ്റ്റ്. കാരണം എന്താ വെച്ചാല് വേറൊന്നുമല്ല, ഈ കോളംസ് ഇല്ലെങ്കിൽ വലിയ വ്യൂ വന്നിട്ട് വേണം ആ വാളിലേക്ക് റെസ്റ്റ് ചെയ്യും. ഇത് വലിയ വ്യൂ വരുമ്പോൾ ഭയങ്കര പോയിന്റ് ലോഡാണ് ആ വാളിലേക്ക് വരിക. അപ്പൊ എന്താ പറയാ, ലാറ്ററി സ്റ്റോണിന് കുറച്ച് എന്താ പറയാ, ഭാവിയിൽ ക്രഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. കാരണം ഇത്രയും വലിയ കോൺക്രീറ്റ് ബ്ലോക്ക് വന്നിട്ട് ഈ 2 വാളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ മഴക്കെന്തോ ഇങ്ങനെ കല്ലിൽ വെച്ചിട്ട് എന്നിട്ട് പൊതിർന്നിട്ട് മൊത്തം വീണിട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ കേസിൽ ഡിസൈനിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കോളംസ് പൊക്കി കൊണ്ടുവരണം.